ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആദത്തെയും ഹവ്വായെയും. അവരെ ദൈവം ഒരുപാട് സ്നേഹിച്ചു. എല്ലാ ദിവസവും സായാഹ്നങ്ങളിൽ അവരുടെ കരം പിടിച്ചവൻ തോട്ടത്തിലൂടെ ഉലാത്താറുണ്ടായിരുന്നു. ആദം അന്ന് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്തു. ദൈവത്തിന്റെ കാൽപെരുമാറ്റം കേട്ട ഉടനെ ദൈവത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ആദവും ഹവ്വയും ഒരു മരത്തിന്റെ പിറകില് ഒളിച്ചിരുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവർ, ഇന്നത്തെ സുവിശേഷത്തില് ഈശോ തന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുക. ഒരുപാട് ഭീകര ദുരിതങ്ങളുടെ കഥ നിരത്തിയിട്ട് അവൻ പറയുന്നു, ഇതെല്ലാം സംഭവിക്കുമ്പോൾ നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റു ചെയ്യുമ്പോഴാണ് നമ്മേക്കാൾ മുതിർന്നവര് നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഭയന്ന് ഒളിച്ചിരിക്കാറുള്ളത്, ഭയത്തോടെ പിന്മാറാറുള്ളത്. ഇവിടെ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വിമോചനത്തിന്റെ സമയമാണ്. അവൻ ഭൂമിയിലായിരുന്നപ്പോഴുള്ള സഹനങ്ങളിൽ നിന്നുള്ള വിമോചനം, അവന്റെ സകല ദുഃഖങ്ങളിൽ നിന്നുമുള്ള വിമോചനം, പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നുള്ള പരിപൂർണമായ വിമോചനത്തിന്റെ സമയമാണ് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം എന്ന് ഇന്നത്തെ സുവിശേഷത്തില് ക്രിസ്തു ഓർമ്മപ്പെടുത്തുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില്, നമ്മുടെയൊക്കെ കാഴ്ചപ്പാടില് വളരെ വലിയ ഭീകരമായൊരു സംഭവമായിട്ടാണ് നമുക്ക് രണ്ടാം വരവിനെ കണ്ടുപോകാറുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം. ക്രിസ്തുവിന്റെ വരവ് നമുക്ക് വിമോചനം നൽകുന്നതാണെന്ന് തിരിച്ചറിവോടെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ക്രിസ്തു രണ്ടാമതും വന്ന് നമ്മയെല്ലാവരെയും പരിപൂർണമായിട്ട് രക്ഷയുടെ കരങ്ങളിലേക്ക് നയിക്കുന്നത് സ്വപ്നം കണ്ടിട്ട് അതിന് നമുക്ക് നന്മ ചെയ്ത് മുന്നോട്ട് പോകാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.